माता पिता की जय, उनके गुरु माता की जय, उनके गुरु महाराज की जय, अपने अपने माता पिता की जय, निषाद राज की जय, भगवान के कार्यकर्ताओं की जय, नाव में बैठे गुरु जी की जय, जय जय सीताराम जय जय श्री राम। सरयू नदी जी की जय जय श्री राम, जय आंजनेय। अरे कुछ बोलिए। उसके बाद में जो हमारे सनातन धर्म को बचाने वाले हाँ। पंडित महाराज धीरेन्द्र शास्त्री हाँ, वो हैं। अच्छा। वो जगाए हैं सबको। अच्छा। वाह, सबको वो जगाए हैं। अच्छा, हाँ, नहीं तो हमारा सनातन धर्म धीरे धीरे दब जा रहा क्या नाम है है। उनका? पंडित महाराज धीरेन्द्र शास्त्री भाग्येश्वर धाम हाँ, अच्छा अच्छा अच्छा। हाँ, अयोध्या के लिए जो पूरे भारत का जगाने वाले पंडित महाराज धीरेन्द्र शास्त्री। अच्छा, हाँ, वो सब अवतार ले लेके आए हैं। हाँ, वो मैन है, वो बागेश्वर धाम के मतलब है। अच्छा। हाँ, और पैसा किसी का नहीं है, पैसा किसी का नहीं है। അയോധ്യയിൽ സരയൂ നദിയിലാണ് ശ്രീരാമചന്ദ്രൻ അദ്ദേഹം ഇവിടെ വെച്ചാണ് അപ്രത്യക്ഷനായത്. ഈ സ്ഥലത്തിൻ്റെ പേര് ഗുപ്താർ ഹരിഘാട്ട് എന്നാണ്. ഇത് തപോവനമാണ്, ഭഗവാന്റെ തപോവനമാണ്, തപോഭൂമിയാണ്. ഇതിന് കുറേ പ്രത്യേകതകളുണ്ട്. എവിടെല്ലാം തിരക്കായാലും ശരി, അയോധ്യയിൽ എത്ര തിരക്ക് വന്നാലും ശരി, ഇവിടെ വരുമ്പോൾ യാതൊരു തിരക്കും ഉണ്ടാകത്തില്ല എന്നുള്ള പ്രത്യേകതയുണ്ട്. ഇവിടെ ഇപ്പോൾ വെള്ളം കുറവുള്ള സമയമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഉള്ളിലെല്ലാം വന്നിങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കുന്നത്. സരയൂ നദിയിൽ കൂടെയുള്ള യാത്രയാണ്. അങ്ങകലെ കാണാം. അതിൻ്റെ അടുത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നത്, അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. അവിടെയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തപസ് ചെയ്യുന്നതും. അവിടെ നിന്നാണ് നദിയിലേക്ക് ഇറങ്ങി അങ്ങനെ അദ്ദേഹം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് യാത്രയാകുന്നത്. അദ്ദേഹം ഇന്നും സജീവമായി നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നു. നമുക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും എല്ലാ രീതിയിലും ഒരുക്കി തരുന്നതും രാമൻ മാത്രമാണ്. അതാണ് ആ രാമക്ഷേത്രം, ശ്രീരാമക്ഷേത്രം നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ പുനർനിർമ്മിക്കപ്പെടുവാൻ, അതിന് നേതൃത്വം നൽകുവാൻ മോദിജിക്കും യോഗിജിക്കും ഒക്കെ സാധിച്ചത്. മനുഷ്യർ എത്ര ആഗ്രഹിച്ചാലും അതിനൊക്കെ എത്രയോ വലുതാണ് ഭഗവാന്റെ ആഗ്രഹം എന്ന് ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് ഇവിടെ എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എത്ര മനോഹരമാണ്, എത്ര സുന്ദരമാണ്. ഇവിടെ ഈ ജലമൊക്കെ വളരെ ശുദ്ധമായിട്ട് കിടക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ഇറങ്ങി ഒന്ന് കുളിക്കണമെന്നും അല്പം ജലം കുടിക്കണമെന്നും തോന്നിപ്പോകും. അത്ര ശുദ്ധജലമാണ്. ഇവിടെ മത്സ്യമുണ്ട്, ധാരാളം മത്സ്യങ്ങളുണ്ട്. പക്ഷേ ഇവിടുത്തെ മത്സ്യം ആർക്കും പിടിക്കുവാൻ സാധിക്കില്ല, അനുവദിക്കുന്നില്ല. നിയമപരമായ കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കുവാൻ ശ്രദ്ധിക്കുന്ന യോഗിജി സർക്കാർ വളരെ ഗംഭീരമായ ഭരണമാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ട എല്ലാ സാഹചര്യങ്ങളും കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന മോദിജി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീമും നൽകിക്കൊണ്ടിരിക്കുന്നു. വളരെ അഭിമാനം തോന്നുന്നു. കേരളത്തിലൊക്കെയുള്ള നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ ഇതാ കണ്ടില്ലേ, തലേക്കെട്ടോ കെട്ടി, നാട്ടിൽ ഇതുപോലെ തലേക്കെട്ട് കെട്ടി നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കും, കൂവും എന്നൊക്കെ പേടിച്ച് നമുക്ക് മാത്രമൊന്നും പറ്റില്ല. പക്ഷേ ഇവിടെ ഇതെല്ലാം സാധിക്കും. നമുക്കാണ് സാധിക്കുന്നത്. ആർക്കെങ്കിലും അങ്ങനെ മനസ്സ് നിറഞ്ഞ് ഭഗവാനെ, സ്വാമിയെ ശരണമയ്യപ്പ, ജയ് ശ്രീറാം, ഹര ഹര മഹാദേവ് എന്ത് വേണമെങ്കിലും വിളിക്കാം, ധൈര്യമായിട്ട് ഇവിടെ വിളിക്കാം. എല്ലാവരും നമുക്ക് പ്രോത്സാഹനം തരും, നമ്മളെ ഇഷ്ടപ്പെടും. അതാണ് ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകത. അയോധ്യാപതി ശ്രീരാമചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ പാതാരബിന്ദങ്ങളിൽ ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. ജയ് ശ്രീറാം.